അപ്പോൾ ഇത് ഭൂമിയാണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഈ ഭൂമിയിലൂടെ ഒരാൾ നടക്കുന്നു, ലൈക്ക് നമ്മളെല്ലാവരും നടക്കുന്ന പോലെ നടക്കുന്നു. ഈ വ്യക്തി തന്നെ ഭൂമിക്ക് പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസിൽ നടക്കുന്നതായിട്ട് ആലോചിക്കുക. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഈ രണ്ട് നടത്തവും സെയിം ആയിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഡെഫിനറ്റ്ലി നോട്ടല്ലേ. ലൈക്ക് ഭൂമിയിൽ നടക്കുന്നതും ഭൂമിക്ക് പുറത്ത് നടക്കുന്നതും വളരെ ഡിഫറെൻ്റ് ആണെന്ന് നമുക്കറിയാം. ഇവൻ ദോ വി ഹാവ് നെവർ ബീൻ ടു സ്പേസ്, ലൈക്ക് അറ്റ്ലീസ്റ്റ് ലൈക്ക് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, നമ്മൾ സ്പേസിലോട്ട് പോയിട്ടില്ലെങ്കിൽ പോലും സ്പേസിലുള്ള എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആണെന്ന് തന്നെ നമുക്ക് അറിയാമല്ലോ. ലൈക്ക് വി ഹാവ് ദറ്റ് അസംഷൻ. സോ എങ്ങനെയായിരിക്കും നമ്മൾ ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക? ദർ ക്യാൻ ബി ലൈക്ക് ലോട്ട് ഓഫ് തിങ്സ് അല്ലേ. നമ്മൾ കണ്ടിട്ടുള്ള സിനിമകൾ, വായിച്ചിട്ടുള്ള ബുക്ക്, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ, ലൈക്ക് ഓക്സിജൻ, ഗ്രാവിറ്റി. അപ്പോൾ ഇത്തരം ഫാക്ടേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് തന്നെ ഒരു അസംഷൻ ഉണ്ടായിരിക്കാം സ്പേസിൽ നടക്കുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട്. സോ ഇതിനെയാണ് നമ്മൾ ഒരു മെൻ്റൽ മോഡൽ എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇറ്റ്സ് എൻ അപ്രോക്സിമേഷൻ ഓഫ് തിങ്സ് ഇൻ അവർ ഹെഡ്. സോ ദിസ് ക്യാൻ ബി ബേസ്ഡ് ഓൺ ലൈക്ക് ലോട്ട് ഓഫ് തിങ്സ്, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ബിലീഫ്സ്, അസംഷൻസ്. സോ ഇതൊക്കെ വെച്ച് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അപ്രോക്സിമേഷനെയാണ് നമ്മൾ മെൻ്റൽ മോഡൽ എന്ന് പറയുന്നത്. ഈ വൈരുദ്ധ്യാത്മക ഭൗതിക വാദം എന്നൊക്കെ പറയും. സോ ബേസിക്കലി ഇറ്റ്സ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം. സോ ഇതെല്ലാം ഒരു മെൻ്റൽ മോഡലിൻ്റെ എക്സാമ്പിളാണ്. സോ മെൻ്റൽ മോഡലിലോട്ട് വരുമ്പോൾ മെൻ്റൽ മോഡൽ ക്യാൻ ഹാവ് കോൺട്രഡിക്ഷൻസ്. അതിൽ പല വൈരുദ്ധ്യങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കാം. ആൻഡ് നമ്മുടെ മെൻ്റൽ മോഡൽ ക്യാൻ ബി ബയാസ്ഡ്. സോ ഇറ്റ് ക്യാൻ ബി ദ റൈറ്റ് ഓർ റോങ്. ആൻഡ് ഒരു മെൻ്റൽ മോഡൽ വാലിഡാണെന്ന് നമ്മൾ എപ്പോഴാണ് പറയുക? എല്ലായ്പ്പോഴും എല്ലാ സെനാരിയോയിലും ആ മെൻ്റൽ മോഡൽ ഇഫ് ഇറ്റ് ഇവാലുവേറ്റ്സ് ടു ബി ട്രൂത്തി, അപ്പോൾ മാത്രമേ ആ ഒരു മെൻ്റൽ മോഡൽ വാലിഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഈ സെയിം പ്രിൻസിപ്പിളെല്ലാം വെൻ വി കം ടു കോഡിങ് ഇറ്റ് അപ്ലൈസ്. നമ്മൾ എഴുതുന്ന കോഡ് അല്ലെങ്കിൽ ലൈക്ക് ദ വേ വി റീഡ് ദ കോഡ്, ഇതെല്ലാം ഇറ്റ്സ് ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ മെൻ്റൽ മോഡൽ വി ഹാവ്. സോ നമ്മുടെ ഈ അൺലേൺ ജെഎസ് എന്ന സീരീസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ക്രിയേറ്റിംഗ് എ മെൻ്റൽ മോഡൽ. ആൻഡ് നിങ്ങൾക്കൊരു മെൻ്റൽ മോഡൽ ഉണ്ടെങ്കിൽ വി വിൽ ബി ട്രൈങ് ടു വാലിഡേറ്റ് അതിലെന്തെങ്കിലും അപാകതകൾ ഉണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ആൻഡ് ലൈക്ക് ഇൻ കേസ് യു ഡോണ്ട് ഹാവ് എനി, നിങ്ങൾക്കൊരു മെൻ്റൽ മോഡൽ ഇതുവരെ ഇല്ലെങ്കിൽ, ലൈക്ക് വി വിൽ ബി ട്രൈങ് ടു ക്രിയേറ്റ് എ ന്യൂ വൺ. ആൻഡ് ഇതൊരു കൺവെൻഷണൽ ജാവാസ്ക്രിപ്റ്റ് ട്യൂട്ടോറിയലായിട്ട് നിങ്ങൾക്ക്, ലൈക്ക് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ കൺവെൻഷണൽ ജാവാസ്ക്രിപ്റ്റ് ട്യൂട്ടോറിയൽ. കാരണം നമ്മൾ അറ്റ്ലീസ്റ്റ് ഫോർ സം ടൈം നമ്മൾ കോഡൊന്നും എഴുതുന്നില്ല. സോ യു വിൽ ബി ജസ്റ്റ് മോസ്റ്റ്ലി വാച്ചിങ് ലൈക്ക് വാട്ട് ഐ എം ട്രൈങ് ടു ഡു. ആൻഡ് അഗെയിൻ, this is not about learning JavaScript. It's always about unlearning JS. And as I said, I can't teach you JS, but I can help you unlearn it. So once again, welcome to Unlearn JS with CodaMonkey. സോ നമ്മുടെ കോഡ് എഴുതാനുള്ള പോലെ ഉള്ള സെയിം സ്കിൽ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കോഡ് വായിക്കാനുള്ള സ്കിൽ എന്നുള്ളത്. സോ നമുക്ക് ഈ ഒരു ജസ്റ്റ് ഒരു 3 ലൈൻ സ്നിപ്പെറ്റ് നോക്കാം. സോ ജസ്റ്റ് ഗോ ത്രൂ ദിസ് കോഡ് ആൻഡ് ഐ വാണ്ട് യു ടു ടേക്ക് എ പോസ്. ഈ ലൈൻ 3 കഴിഞ്ഞ് നമ്മൾ ഫൂവും ബാറും കൺസോൾ ലോഗ് ചെയ്യുമ്പോൾ എന്ത് വാല്യൂ വരും എന്നുള്ളത് ഐ ജസ്റ്റ് വാണ്ട് യു ടു ഗസ്. ഇഫ് പോസിബിൾ അതൊരു പെൻ ആൻഡ് പേപ്പർ എടുത്ത് എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പീസ് ഓഫ് കോഡാണല്ലേ. ലൈക്ക് ഇറ്റ്സ് ജസ്റ്റ് 3 ലൈൻസ് ആൻഡ് മോസ്റ്റ് ഓഫ് യു വുഡ് ഹാവ് ബീൻ ഏബിൾ ടു ഗസ് ദ ആൻസർ. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ലൈക്ക് ടുവേർഡ്സ് ദ എൻഡ് വി വിൽ സീ. ബട്ട് സ്റ്റിൽ ഈ ഒരു 3 ലൈൻസ് ഓഫ് കോഡിനെ ജസ്റ്റ് ട്രൈ ടു വാക്ക് ത്രൂ ലൈൻ ബൈ ലൈൻ. ഓക്കെ, സോ ഫസ്റ്റ് ലൈനിൽ എന്താ സംഭവിക്കുന്നത്? ഫസ്റ്റ് ലൈനിൽ ലൈക്ക് വി ആർ ട്രൈങ് ടു അസൈൻ എ സ്ട്രിങ് മാംഗോ ടു എ വാരിയബിൾ കോൾഡ് ഫു. ഇതൊരു അസൈൻമെൻറ്റ് ഓപ്പറേഷൻ ആണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലായി? ബിക്കോസ് വി ഹാവ് ദ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഈക്വൽ ടു ഓപ്പറേറ്ററിന് നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയും. ഓക്കെ, സോ ഇപ്പോൾ ഫുള്ളുള്ള വാല്യൂ എന്താണ്? ഇപ്പോൾ ഫുള്ളുള്ള വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിങ് മാംഗോ. ഓക്കെ, അടുത്ത ലൈനിലോട്ട് വരുമ്പോൾ എന്തുണ്ടായി? നമ്മൾ ഫൂല് എന്ത് വാല്യൂ എന്നുള്ളത് അത് നമ്മൾ ബാറിലോട്ട് അസൈൻ ചെയ്യുന്നു. സോ ഫൂൽ ഇപ്പോൾ കറൻറ്റ്ലി എന്ത് വാല്യൂ ഉണ്ട്? മാംഗോ ഉണ്ട്. സോ ബാറിലും എന്ത് വാല്യൂ ഉണ്ടായിരിക്കണം? മാംഗോ തന്നെ ആയിരിക്കണം അല്ലേ. സോ അതാണ് ആ ഒരു ലൈൻ നമ്പർ 2 പറയുന്നത്. ലൈൻ നമ്പർ 3 വരുമ്പോൾ നമ്മൾ ഫൂ എന്നുള്ള വാരിയബിളിലോട്ട് ഓറഞ്ച് എന്നുള്ള ഒരു പുതിയ സ്ട്രിങ്ങിനെ അസൈൻ ചെയ്യുന്നു. സോ ഇറ്റ്സ് ബേസിക്കലി റീ അസൈനിങ് അല്ലേ. നമ്മൾ മുന്നേ ലൈൻ നമ്പർ 1 മാംഗോ എന്ന് അസൈൻ ചെയ്തിട്ട് ലൈൻ നമ്പർ 3 വി ആർ റീ അസൈനിങ് ഫൂ ടു ഓറഞ്ച്. ഓറഞ്ചിൻ്റെ ടൈപ്പ് എന്താണ്? ഇറ്റ്സ് എ സ്ട്രിങ്.
ആൻഡ് ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തോന്നിയ ആൻസറും ഇപ്പോൾ തോന്നിയ ആൻസറും ഡിഫറെൻ്റ് ആണ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ? ലൈക്ക് ഫസ്റ്റ് നമ്മളുടെ ഓൾ ഇൻറ്റൻഷൻ വാസ് ടു റഷ് ടു ആൻ ആൻസർ. സോ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ലൈക്ക് നോക്കാൻ ശ്രമിച്ചു. ആൻഡ് ദ നെക്സ്റ്റ് ടൈം നമ്മൾ ഓരോ ലൈൻ എടുത്തെടുത്ത് വെൻ വി ട്രൈ ടു വാക്ക് ത്രൂ ലൈൻ ബൈ ലൈൻ വി വർ മോർ ഫോക്കസ്ഡ് അല്ലേ. സോ ഫസ്റ്റ് വി വർ ഓൾവേസ് റഷിങ് ഫോർ ആൻ ആൻസർ. രണ്ടാമത്തെ ഇൻസ്റ്റൻറ്റിൽ വെൻ വി വർ ട്രൈങ് ടു തിങ്ക് സ്ലോ, our whole intention was to understand like what is happening line by line. So this is possible because we have two modes of thinking. നമുക്ക് ബേസിക്കലി തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മോഡുണ്ട്. സോ വൺ ഈസ് ഫാസ്റ്റ് ആൻഡ് അനദർ ഈസ് സ്ലോ. ഡിഫോൾട്ടായിട്ട് വി ഹ്യൂമൻ ബീയിങ് ആർ സെറ്റ് ടു തിങ്ക് ഫാസ്റ്റ് ബിക്കോസ് സ്ലോ തിങ്കിങ് ഈസ് റിയലി ടയറിങ്. നമ്മൾ ബേസിക്കലി മടിയന്മാരാണല്ലോ. സോ ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്യാനാണ് നമ്മളെപ്പോഴും ശ്രമിക്കുക. ഈ ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്യാനുള്ള നമ്മുടെ കപ്പാബിലിറ്റി കാരണമാണ് നമുക്ക് ഒരു ഇപ്പോൾ കണ്ണിൽ നിങ്ങൾ ആരെങ്കിലും കണ്ണിൽ കുത്താൻ വരുമ്പോൾ നിങ്ങൾക്ക് കണ്ണടയ്ക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു ചൂട് പാൻ പിടിക്കുമ്പോൾ നിങ്ങൾ കൈവലിക്കുന്നത്, പിന്നെ നിങ്ങൾക്കൊരു ബൈസിക്കിൾ റൈഡ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇതെല്ലാം നമുക്ക് ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്ന കാരണമാണ്. ആൻഡ് ഇഫ് യു വാണ്ട് ടു മേക്ക് എ ക്രിട്ടിക്കൽ ഡിസിഷൻ, സോ അവിടെയാണ് നമ്മൾ ഈ ഒരു സ്ലോ തിങ്കിങ് എന്നുള്ളൊരു പ്രോസസ്സ് യൂസ് ചെയ്യുക. ബേസിക്കലി ലൈക്ക് ചൂസിങ് തിങ്സ്, വെദർ യു ഹാവ് ടു വെയർ എ സാരി ഓർ കുർത്ത, ഇന്ന് ഡിന്നറിന് എന്ത് കുക്ക് ചെയ്യണം, ഏത് കോഴ്സ് പഠിക്കണം, അല്ലെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് പുറത്തോട്ട് പോയി പഠിക്കണോ, ഏത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം. സോ ഇത്തരം കാര്യങ്ങളെല്ലാം കൂലങ്കഷമായി ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ എന്താണ് ഈ സ്ലോ തിങ്കിങ് പ്രോസസ്സിലോട്ട് പോകുന്നത്. സോ നമ്മൾ ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ വി സ്കിപ്പ് ലോട്ട് ഓഫ് ഡീറ്റെയിൽസ് ആൻഡ് വെൻ വി സ്റ്റാർട്ട് ടു തിങ്ക് സ്ലോ, അപ്പോൾ മാത്രമാണ് ഈ മൈന്യൂട്ട് ഡീറ്റെയിൽസ് നമുക്ക് വളരെ എവിഡൻ്റ് ആയി തോന്നുന്നത്. ആൻഡ് ഇതർ ടു ക്രിയേറ്റ് ഓർ റിവാലിഡേറ്റ് എ മോഡൽ വി ഹാവ് ടു റിസോർട്ട് ടു സ്ലോ തിങ്കിങ്. സ്ലോ തിങ്കിങ്ങിലൂടെയാണ് നമുക്കൊരു മെൻ്റൽ മോഡൽ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റിവാലിഡേറ്റ് ചെയ്യാനോ പറ്റുള്ളൂ. സോ വി ആർ നോട്ട് റഷിങ് ഫോർ ആൻസേഴ്സ്. നമ്മൾ എന്താണ് ഓരോ ലൈൻ ഓഫ് കോഡിലും എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു മെൻ്റൽ മോഡൽ നിങ്ങൾ ലൈക്ക് കറൻ്റ്ലി ഇഫ് യു ഹാവ് എനി, ഓക്കെ, അത് ഇറ്റ് വിൽ ബി ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ദാറ്റ് യു ഹാവ് യൂസ്ഡ്. നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, നമ്മൾ കണ്ടിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ കുറേ അസംഷൻസ്. സോ ഇതിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും മെൻ്റൽ മോഡൽ ഉണ്ടായിരിക്കുക. ബട്ട് നമ്മൾ ഈ മെൻ്റൽ മോഡലിനെ വാലിഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റീവാലിഡേറ്റ് ചെയ്യാൻ ഇതുവരെ ശ്രമിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചു തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ലാബ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് വാരിയബിൾസ് ആർ ലൈക്ക് ബോക്സസ്. ബട്ട് ഇത് ഫണ്ടമെൻ്റലി ഇറ്റ്സ് ക്വൈറ്റ് റോങ്. വാരിയബിൾസ് ആർ നോട്ട് ബോക്സസ്. ഫോർ ഇൻസ്റ്റൻസ് ലൈക്ക് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ കേസ് എടുക്കുമ്പോൾ ജാവാസ്ക്രിപ്റ്റ് ക്ലാസ് ഉണ്ടല്ലേ, ലൈക്ക് യു വുഡ് ഹാവ് ഓൾറെഡി most of you would have seen the class keyword. So JavaScript നമുക്ക് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഫണ്ടമെൻ്റലി അഗെയിൻ that's not right. Another instances like JavaScript ടൈപ്സ് ഉണ്ട്, ബട്ട് സ്റ്റിൽ people are asking us to use TypeScript. So what would be the reason? So ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഇനി വരാൻ പോകുന്ന നമ്മുടെ വീഡിയോസ്. സോ ആസ് ഐ സെഡ്, we are not trying to learn JavaScript. We are trying to unlearn JavaScript. ഒരു JavaScript കോഡ് എഴുതാനും കോഡ് വായിക്കാനും കറക്റ്റായിട്ടുള്ളൊരു മെൻ്റൽ മോഡൽ ക്രിയേറ്റ് ചെയ്യാനാണ് ഈ സീരീസിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ലോട്ട് ഓഫ് ഇൻട്രസ്റ്റിംഗ് സ്റ്റഫ് ആർ കമ്മിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.